വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാരെയും ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക്, ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. അടുത്തിരിക്കുന്ന രക്ഷയുടെ സമയം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ എല്ലാ കാര്യത്തിനും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. എല്ലാറ്റിനും അതതിൻ്റെതായ ഒരു സമയം. ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള പ്രവൃത്തികൾക്കും നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ദൈവം മനുഷ്യന് മറച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ജനിക്കാനും മരിക്കാനും ദൈവം നിശ്ചയിച്ച സമയമുണ്ട്. അത് മനുഷ്യന് മറച്ചു വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനും നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ഇതറിയാൻ മനുഷ്യൻ പെടാപ്പാടുപെടാറുണ്ട്. എന്നാൽ അതും മനുഷ്യർക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മനുഷ്യനേറെ പ്രാധാന്യത്തോടെ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും ദൈവം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ, തൻ്റെ സൃഷ്ടികളെയൊക്കെ ചൂണ്ടിക്കാട്ടി അവകൾക്ക് വേണ്ടി അറിയുന്ന ചില സമയങ്ങളെക്കുറിച്ചും ദൈവം കൊടുക്കുന്ന വിവേകത്തെക്കുറിച്ചും മനുഷ്യനെ ബുദ്ധി ഉപദേശിക്കുന്നു. തിരുവചനത്തിൽ വിവിധ ഇടങ്ങളിൽ അങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ നമുക്ക് കഴിയാറുണ്ടല്ലോ. ദൈവം യിരെമ്യാ പ്രവാചകനിൽ കൂടെ തൻ്റെ ജനത്തോട് പറയുന്നത്, ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു,
കുറുപ്രാവും മീവൽ പക്ഷിയും ഒക്കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്നാൽ എന്നെ അറിയേണ്ടിയ ജനം എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടിയ എൻ്റെ ജനം എൻ്റെ ന്യായം അറിയുന്നില്ല എന്നൊരു കാര്യമാണ്. ചില പ്രത്യേക പക്ഷികൾ തങ്ങൾക്കുള്ള നിശ്ചിത കാലത്തുള്ള പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ പ്രവാചകനിൽ കൂടി ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകനിൽ കൂടെയും ദൈവം മൃഗങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല എന്നാണ്. പ്രിയരെ, ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടമായ ദൈവം അവയ്ക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളും നിയമങ്ങളും അംഗീകരിച്ച് ആ നിയമങ്ങളൊക്കെ അവർ അനുസരിച്ച് അംഗീകരിച്ചു പോവുകയും വരികയും ചെയ്യുമ്പോൾ സ്വന്തം ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഞങ്ങൾ മക്കളാണെന്ന് പറയുന്നവർ, മക്കളെന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തെ പിതാവിനെ അനുസരിക്കുകയോ സ്നേഹിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല. അവർ തങ്ങൾക്ക് ബോധിച്ച ഇടത്തേക്ക് പോകുന്നു, ബോധിച്ച സമയത്ത് വരുന്നു, അന്യദൈവങ്ങളെ നമസ്കരിക്കുന്നു, രക്ഷിച്ച് അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ അന്വേഷിക്കാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാതെ ഇരിക്കുന്നു. ദേശാടന പക്ഷികൾ അനേകായിരം മൈലുകൾ സഞ്ചരിച്ച് അവയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ വ്യവസ്ഥകൾ പാലിച്ച് അവയുടെ അനുസരണവും കാലവും പാലിക്കുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പോക്കും വരവും നടത്തുന്നു. അതതിനുള്ള കാലം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന പക്ഷികൾക്കുള്ള അനുസരണവും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ തിരിച്ചറിയൽ പോലും എൻ്റെ ജനത്തിനില്ലയോ എന്ന് പ്രവാചകനിൽ കൂടെ ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും പരിപാലനവും നടത്തിപ്പും ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ പ്രിയരെ അനുഭവിച്ചറിഞ്ഞിട്ടും അവർ പിതാവിലേക്ക് തിരിയാതെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാതെ നന്ദി കെട്ടവരായി നീങ്ങുന്നതിൻ്റെ വേദന ദൈവം ഇവിടെ അറിയിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജനം എങ്കിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്നതാണ്. പ്രിയരെ, ഇന്നും പരിശുദ്ധനായ ദൈവം തൻ്റെ പുത്രന്റെ യാഗമരണത്തിൻ്റെ പ്രയോജനം അനുഭവിച്ച് തന്നിൽ നിന്ന് അകന്നു പോയ ആത്മാക്കളുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് റോമർ 13:11 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തി നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ നടക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. പ്രിയനെ, നമ്മുടെ കർത്താവ് വേഗം വരും. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ആത്മമണവാളൻ വരാൻ കാലമായി. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ വേഗം നടക്കും. ഇത് ഒരുങ്ങുവാനുള്ള സമയമാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയുക. ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അരികിലേക്ക് അവൻ സമർപ്പിക്കുന്നവരെ ഒരുക്കുന്ന ഇടമായ ദൈവസഭയിലേക്ക് കടന്നു വരുവാനുള്ള സമയമാണ് പ്രിയരെ. അത് നാം ആത്മീയതയിലേക്ക് മടങ്ങി വരാനുള്ള സമയം അറിയാനുള്ള വിവേകം കർത്താവ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, കാലത്തെ വിവേചിച്ചറിയുവാനും കാലഗതികളെ തിരിച്ചറിയാനും നിരീക്ഷിക്കാനും ഇതേത് സമയമെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ദൈവം തൻ്റെ മക്കളിൽ പകർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെ ദിവസമോ സമയമോ നമുക്കറിയില്ലെങ്കിലും അവൻ്റെ വരവടുത്തു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതേ പ്രിയരെ, നമ്മുടെ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക, ഉണരുക. നാം ഒരുങ്ങാതെ ഇരുന്നാൽ, നാം ഉണരാതെ ഇരുന്നാൽ അതിൻ്റെ അന്ത്യം മരണകരമായ അവസ്ഥയായിരിക്കും, നിത്യനരകമായിരിക്കും, കൈവിടപ്പെടലായിരിക്കും.
ആകയാൽ കർത്താവ് ഇന്ന് പകലിലും നമ്മളോട് പറയുന്നു, മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വരിക, ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുക, ഉണരേണ്ടതുപോലെ ഉണരുക, എഴുന്നേൽക്കേണ്ടതുപോലെ എഴുന്നേൽക്കുക, പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കുക. എത്ര പേർക്ക് അതിന് താല്പര്യം? ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെ നടക്കാതിരിക്കത്തക്ക നിലയിലുള്ള എന്തെല്ലാം തടസ്സങ്ങൾ, എന്തെല്ലാം കൂട്ടുകെട്ടുകൾ, എന്തെല്ലാം വിഷയങ്ങൾ പ്രിയരെ നിങ്ങളുടെ മുൻപിൽ ഉണ്ടോ, അതെല്ലാം ഉപേക്ഷിച്ച് കളയുക. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം, ആഗ്രഹം നിങ്ങളുടെ ശരീരത്തിന് രക്ഷയായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷകനും അങ്ങയുടെ പുത്രനുമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവ്, ആകാശത്തിലെ പെരിഞ്ഞാറ് തന്റെ കാലം അറിയുന്നത് പോലെ കുറുപ്പാപ്രാവും ഈവൽ പക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നത് പോലെ അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ ന്യായം അറിഞ്ഞ് ഞങ്ങൾ ഉണരേണ്ടതുപോലെ ഉണരാൻ, ഞങ്ങൾ എഴുന്നേൽക്കേണ്ടതുപോലെ എഴുന്നേൽക്കാൻ, ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിനുള്ള കൃപ തരണമേ. ആത്മാവിന്റെ ബലം, ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവജനം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണം. ഇന്നിന്റെ മറുപടികളും വിടുതലുകളും കൽപ്പിച്ചു തരണമേ. ക്ഷീണങ്ങളും ക്ലേശങ്ങളും തകർത്ത് അകറ്റിക്കളയണമേ. ഞങ്ങൾ നോക്കും അനേക രോഗികൾ സൗഖ്യമാകാൻ ഇടയാകണമേ. ഞങ്ങളുടെ തലമുറകൾ ദൈവഭയത്തിലും ദൈവാസനത്തിലും വളരുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കുടപ്പുറപ്പുകളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാധാരണ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാധാരണ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാധാരണ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാധാരണ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാ
situation.